അപ്പോൾ ഞങ്ങളുടെ ഷിയാബ് ഇന്ന് യാത്രയാവുകയാണ്, പ്രവാസ ലോകത്തേക്ക് വീണ്ടും അവന് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സങ്കടത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. അല്ലടാ മനസ്സിലെ മൻസൂർ വരാൻ കാത്തിക്കാലേ. മൻസൂറെ വെള്ളം കുടിക്കുന്ന ജ്യൂസാടാ, ചോക്ലേറ്റ് ആണ്. ഏതാ വലുപ്പം? മഞ്ചോ കിറ്റ്കാറ്റ്? അഫ്സലോടുക്ക്, അഫ്സലിനോടുക്ക്. അഫ്സൽ വേണ്ടാന്ന് പറയും ചെയ്യും. നോക്കണ നോട്ടം കണ്ടില്ല ഉപ്പര്. ഓ ഓ 10-ാം തീയതി ഷാമിന്റെ കല്യാണം ഉണ്ട്. പറഞ്ഞ 29-ാം തീയതി അനിയന്റെ കല്യാണം ഉണ്ട്. നേരെ ഉണ്ടെങ്കിൽ വരിക എന്നോട്. അല്ല എന്നോട് എന്നോട് പറയണേ 29 കല്യാണമാണ്, എനിക്ക് നേരെ വരാൻ പറ്റുമോ എന്നോട് അങ്ങനെ ചോദിക്കുക. ഇത് പറയും നിൽക്കാൻ പറയുമ്പോ വരാൻ പറ്റില്ല, വരണ്ടാന്നാണ് പറഞ്ഞത്. ഒരു 500 രൂപ ഒന്ന് ഒഴിവാക്കിയാൽ മതി. ഒരു 500 രൂപ കൊടുത്ത് ഒഴിവാക്കിയാൽ മതി. വെച്ചോ ഇത് വേണ്ട. ഈ ചെക്ക നമ്മളിരിക്കണ ഈ ചെക്കൻ പോകാൻ ടെൻഷനില്ല കേട്ടോ. അതിനായിട്ട് നിങ്ങൾ ഈ തമാശയും കാര്യം കളിക്കുന്നത്. അവിടെ നീട്ടിക്കള ഇജ്ജ് പറഞ്ഞൊക്കെ ഇജ്ജ് പറഞ്ഞാൽ മതി ചെയ്യാം. അപ്പം എനിക്ക് നാളെ വരാൻ പറ്റൂല. ആണെങ്കിൽ നമ്മൾ വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം വേറെ ആളെ ഏൽപ്പിച്ചേക്കുന്നുണ്ട്. അല്ല 10:30 ഒരു 10:45 അഫ്സലിന്റെ വിളി. എവിടെയാണ് ഉപരി പണിയൊക്കെ കഴിഞ്ഞ് പെണ്ണുങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ ഫ്രീ ആയി. മനസ്സിലെ നോട്ടം നോക്കി എന്ത് വലിയ കുറ്റം പറഞ്ഞു. തിന്നാ ഫുള്ള് മെയിനാള് ഈത്തപ്പഴം കൊടുന്നപ്പോ എന്ത് ചെയ്ത്? ഈത്തപ്പഴം വരെ കൊണ്ടുവന്നു. ആര്? ഞാനാ? പോക്കറ്റിലിരുന്ന് ചെക്കനെ കണ്ടു പഠിക്കാൻ അവസരം. ചെക്ക് എന്താ തീരെ വില പോയാലും ചായ ഒന്നും പോയില്ല. ഇതാർക്കാണ് അവസരമൊക്കെ കൊടുക്കണ? പോളിയ ചായ വേണോ? അവസരമാണോ? നമുക്ക് ആട് കൊടുത്തിട്ട് തമർത്താം. ഇത്രയും ദിവസം എനിക്ക് ആട് കൊടുത്ത് അമർത്തണ ഓർമ്മ ഉണ്ടായിരുന്നില്ല. അവന് വിളിക്കുമ്പോ അവനക്ക് ഒഴിവാണ്ടേ. പക്ഷെ ഉണ്ടല്ലോ കണ്ടാവും കുടിക്കാത്ത മാതിരി. സെൽമന്റെ ചായ ഒന്ന് സൂപ്പർ. നമ്മൾ ചൂറൊപ്പം കൊണ്ടേ ചായ ഒക്കെ അഫ്സൽ അഭിപ്രായം പറയൂ. മൻസൂറ എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട് മൻസൂർ? എന്ത് കിട്ടിയിരുന്നു? നല്ല സൂക്ഷ്മ പരിശോധന ആണല്ലോ മൻസൂറെ. മധുരം ഓവറാ? ഒരു യാത്രയപ്പിന് വന്നതാണ്. എന്തൊക്കെ എന്തൊക്കെയാണ് പഠിച്ചോനെ. അഫ്സല് ക്ഷീണിച്ച് വന്നപ്പോ എന്താ കഴിച്ചു അഫ്സലെ? മുന്തിരി ജ്യൂസ്, അത് കഴിഞ്ഞിട്ട് പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ വാട്ടർ, പിന്നെ വെള്ളം കൊടുന്ന്, പിന്നെ വെള്ളം കൊടുത്തതിന് ശേഷം പിന്നെ ഈത്തപ്പഴം കൊണ്ട് ഈത്തപ്പഴം കൊണ്ട് പിന്നെ മുട്ടായി, പുളിയച്ചാറ്. അത് കഴിഞ്ഞിട്ട് ബേക്കറിന്റെ പിന്നാലെ കട്ടൻ ചായ. അടുത്ത കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഉറങ്ങിക്കോട്ടെ. ഇതിൽ ആരാണ് ഗൾഫ് പോണത്? അവനാ പോണേ? അല്ല എന്റെ കരച്ചിലൊക്കെ കാണുമ്പോ ഇജ്ജാണ് പോണമായിട്ടുണ്ട്. ഇജ്ജ് പോയിട്ട് ആ പേപ്പർ കൊടുത്തിട്ടുണ്ട് പോരെ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മുട്ടിപ്പടി നെയ്ച്ചോറ് കഴിച്ച് വന്നപ്പോ
വാലേക്കും അസ്സലാം. ഒരു ചെലത്തക്കച്ചറ കൊണ്ടാ വാങ്ങിക്കണാ വേണാ? കൊറേ നേരടാ ചൂടാ. അപ്പൊ നമ്മളെ ചെക്കല് സന്തോഷല്ലേ? ഞങ്ങള് പോണ്. മൻസൂർ അതാകെ ടെൻഷൻ അടിച്ച് പോവാണ് ചെക്കൻ്റെ പോക്കില്. എനിക്ക് എൻ്റെ ഉപ്പച്ചി പോണേ ടെൻഷൻ ഉണ്ടോ? എന്തിനാ ടെൻഷൻ? എന്തിനാ ടെൻഷൻ? എന്തിനാ ടെൻഷൻ? പോണേന് എന്തിനാ ടെൻഷൻ? കാണാൻ പറ്റൂല, അതെന്നെ വീഡിയോ കോൾ ചെയ്ത് കണ്ടു. ഇവിടെ പോവല്ലേ? വീഡിയോ കോൾ ചെയ്ത് കണ്ടുവിടും നിങ്ങൾക്ക്. പിന്നെന്താ പ്രശ്നമോ? ഇപ്പൊ തന്നെ വരൂല്ലേ പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ, ഒരു കൊല്ലം കഴിഞ്ഞാൽ. എനിക്ക് എന്ത് വേണമെങ്കിലും പൊറാട്ട വേണമെങ്കിലൊക്കെ ജി അഫ്സൽ കാക്കാനോട് വിളിച്ച് പറഞ്ഞാൽ അഫ്സൽ കാക്ക കൊടുന്നു തരും. അല്ല അഫ്സല, പൊറാട്ട പറഞ്ഞാൽ ഇപ്പം കൊടുത്തു നോക്കാം. ഇപ്പം എനിക്ക് മെയിനായിട്ട് പൊറാട്ടാണ് ആവശ്യം. ഓക്കെ, ടെൻഷൻ ആവരുതിട്ടാ. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെ ഷിയാബ് ഒന്ന് പോവാണ്. പറയൂ ഷിയാബ്, എന്ത് സംസാരിക്കാൻ അഞ്ച് പോയിട്ട് രാജിക്കത്തോട് പോരെ? പോയോട്ടെ നമ്മള് വേണ്ടതുള്ളത്. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ ഇനി ഷിയാബ് പോയിട്ട് ഞമ്മക്ക് എല്ലാവർക്കും വിസ അയച്ചു തരും. എന്നിട്ട് ഞങ്ങളെല്ലാരും കൂടി ഇനി അടുത്ത വ്ളോഗ് ദുബൈന്നാവും. അങ്ങോട്ട് പോയി അവനോട് നിങ്ങട്ടല്ലേ? അടുത്ത വ്ളോഗ് ഞങ്ങള് ദുബൈന്നാവും. രംഗണ്ണം വന്നിട്ടില്ല. നിങ്ങളെ ആര്? നമ്മളെ ചാനലിന്റെ ഓണർ രംഗണ്ണൻ, അവന്റെ പേര് രംഗണ്ണൻ എന്നാണ് അവൻ ജിജ. അതുകൊണ്ട് ഞാൻ ആരെങ്കിലും കമന്റ് അടിക്കണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. രംഗമോൻ. ഓക്കെ, ഇൻഷാ അല്ലാ.